ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കൃഷ്ണേച്ചി നിലത്തേക്ക് ചാടുന്നത് എനിക്ക് കാണാൻ പറ്റില്ലല്ലോ. കൃഷ്ണേച്ചിക്ക് ഇതൊക്കെ സിമ്പിൾ അല്ലേ? കൃഷ്ണേച്ചി മരത്തിലൊക്കെ കേറി മറിയുന്നതല്ലേ? നീ എവിടെ വീണ കാര്യമായി പറയുന്നേ? നാഗപൂജ നടത്തിയിരുന്ന കുട്ടികൾ തന്നെയാ. അവരിൽ ഒരാൾ മരിച്ചു, വേറൊരാൾ വിവാഹം കഴിച്ച് പഞ്ചാബിലാ. ഓ, ഇനിയിപ്പോ അതിന്റെ പിറകെ പോണ്ട. അമ്മ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഗാഥമോളെ കുറിച്ച് ഇപ്പൊ നമുക്കൊക്കെ നല്ല അഭിപ്രായ. എന്റെ മനസ്സിൽ നവീൻ ഇത്രയും ചേർന്ന വേറൊരു പെണ്ണില്ല എന്നുള്ള തോന്നല. നമുക്ക് നമ്മുടെ പൂജാരി ഒന്ന് കണ്ടാലോ? ഗാഥമോൾ ഇപ്പൊ വന്നതിന് ശേഷമുള്ള ലക്ഷണം ഒന്ന് പറഞ്ഞാലോ? പരിഹാര പൂജകൾ എന്തെങ്കിലും നടത്തിയാല് ശാപം ഒഴിഞ്ഞു കിട്ടുമെങ്കിൽ അവരെ തമ്മിൽ തന്നെ ഒന്നിപ്പിച്ച പോരെ അമ്മേ? അത് വേണ്ട. അവന്റെ ആഗ്രഹം അതല്ലേ, ഇപ്പൊ നമ്മുടെയും. അവളെ നമുക്കിഷ്ടമാണെന്നുള്ള സത്യമാ. പക്ഷേ ശാപം മറികടക്കാൻ ഇഷ്ടത്തിനാവില്ലല്ലോ. നവീന്റെ അമ്മയുടെ കാര്യം ഓർമ്മയില്ലേ നിനക്ക്? കളരിക്കൽ തറവാടിന് ശാപം ഉണ്ടായിരുന്നപ്പോ തന്നെയായിരുന്നു നിന്റെ അവളുടെയും വിവാഹം. കളരിക്കൽ തറവാട്ടിലേക്ക് കയറി വരുന്ന പെൺകുട്ടികള് ദിവസങ്ങൾക്കകം മരണപ്പെടുമെന്ന് ആശങ്കയുണ്ടായിരുന്നപ്പോ ചെയ്യാവുന്ന പരിഹാര പൂജകളൊക്കെ ചെയ്തിട്ടാണ് അവളെ ഇവിടേക്ക് കൊണ്ടുവന്നത്. ശാപത്തിൽ നിന്നും മുക്തി നേടിയിട്ടുണ്ടെന്നുള്ള വിശ്വാസത്തിലാ നിങ്ങളുടെ വിവാഹത്തിന് ഞാൻ അനുവാദം തന്നത്. പക്ഷേ നവീനെ നമുക്ക് തന്നതിന് ശേഷം അവളെ നമുക്ക് നഷ്ടപ്പെട്ടില്ലേ? ആ ജീവൻ നമ്മുടെ മുന്നിൽ കിടന്നല്ലേ പിടഞ്ഞത്? അവൾ അവസാനമായി കൈനീട്ടിയത് നിന്റെ നേർക്കായിരുന്നല്ലോ. അതുപോലെ നിന്റെ സ്ഥാനത്ത് നവീനും അവളുടെ സ്ഥാനത്ത് ഗാഥയും നിൽക്കുന്ന ഒന്ന് ആലോചിച്ച് നോക്ക്. അമ്മേ, ശാപം വെറും ഒരു കഥയല്ല, സത്യമാണ്. ശാപമോക്ഷം തരാനായി ഒരു പെൺകുട്ടിയുടെ വരവ് മാത്രമാണ് ആശ്രയമെങ്കില് അവള് വന്നേ പറ്റൂ. അവള് തന്നെയായിരിക്കണം നവീന്റെ കൂടെ ജീവിക്കേണ്ടത്. വേറെ എല്ലാം മനസ്സിൽ നിന്ന് മായ്ച്ചു കളഞ്ഞേക്ക്. കൃഷ്ണേച്ചി ശരിക്കും വീണോ? പിന്നില്ലാതെ. വീണിട്ട് കൊറേ നേരം കൃഷ്ണേച്ചി അവിടെ തന്നെ തൂങ്ങിക്കിടന്നു. അയ്യോ, എന്നിട്ടോ? എന്നിട്ടെന്താ, കൃഷ്ണേച്ചി മോളിലേക്ക് ചെന്ന് ഒരൊറ്റ നിപ്പ. എല്ലാരുടെയും കണ്ണ് തള്ളിപ്പോയില്ലേ? കൃഷ്ണേച്ചി നിലത്തേക്ക് ചാടുന്നത് എനിക്ക് കാണാൻ പറ്റില്ലല്ലോ. കൃഷ്ണേച്ചിക്ക് ഇതൊക്കെ സിമ്പിൾ അല്ലേ? കൃഷ്ണേച്ചി മരത്തിലൊക്കെ കേറി മറിയുന്നതല്ലേ? നീ എവിടെ വീണ കാര്യമായി പറയുന്നേ? പറ, ഓഫീസിലെ ജോലിക്ക് പോയി നീ എവിടെയാ വീണത്? അയ്യോ എന്റെ തങ്കം, ഇതൊക്കെ കേട്ട് പേടിക്കാൻ നിൽക്കുകയാണോ? ഞാൻ പറഞ്ഞില്ലേ, ഇവരുടെ ഓഫീസ് എന്ന് പറഞ്ഞാല് വലിയൊരു ഓഫീസാ. അവിടെ ജോലിക്കാർക്ക് കളിക്കാനും രസിക്കാനും ഒക്കെ ഗെയിംസ് ഒക്കെ ഉണ്ടാവും. അതിലൊക്കെ ഇഷ്ടം പങ്കെടുത്ത കാര്യമായി പറയുന്നത്. ആണോ മോളെ? അതെ അമ്മേ. നമ്മൾ ഈ നാട്ടിൻപുറത്തെ പെൺകുട്ടികളുടെ കാര്യമൊക്കെ ഇവിടെ ഉള്ളവർക്കൊക്കെ അതിശയാ. അതിന് ഇവിടെ ഉള്ളവരെ മേലെ അനങ്ങിയിട്ട് വേണ്ടേ? കസേരയിലിരിക്കുക, കമ്പ്യൂട്ടർ നോക്കുക, അല്ലാതെ വേറെ എന്ത് ചെയ്യാൻ? കൃഷ്ണമോളുടെ ഓഫീസ് വലിയൊരു സംഭവമല്ലേ? അല്ല, അമ്മ ഉറങ്ങുന്നത് കണ്ടിട്ടാണല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നത്. പിന്നെ എന്താ എഴുന്നേറ്റേ? എന്തോ ഉറക്കം വന്നില്ല. എന്നാ വാ, ഞാനും കൂടെ വന്ന് കിടക്കാം. ഓല്ലേ കൃഷ്ണേച്ചി, എനിക്ക് ഇനിയും കേൾക്കണം. എന്നാ മോൾ ഇവിടെ ഇരുന്നു, ഞാൻ പോയി കിടന്നോളാം. ഞാൻ അങ്ങ് പേടിച്ചു പോയി. എത്ര നാളാ അമ്മേന്ന് ഇതൊക്കെ ഒളിച്ചു വെക്ക?
പോകുന്ന ജോലി എന്താണെന്ന് അറിഞ്ഞ അമ്മയ്ക്ക് ഒരിക്കലും ഇത് സഹിക്കാൻ പറ്റില്ല. ആരും ഒന്നും അറിയില്ല മോളെ. ഒരു കാര്യം ചെയ്യും, ഇന്ന് കഥ പറഞ്ഞേക്കാൻ മതി. മോളെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലും. മോളെ ഇനി ബാക്കി നാളെ പറഞ്ഞുതരാട്ടോ. മോള് ചെന്ന് കിടന്നോ, അമ്മ വരാട്ടോ. എന്നാലും എന്റെ ഗോപാലേട്ടാ, കൃഷ്ണ പറഞ്ഞ കഥകളൊക്കെ കേട്ടോ? ഒരു കുടുംബത്തിനകത്താ ഇതൊക്കെ നടക്കുന്നേ. എന്റെ സുനന്ദേ, അച്ഛനും അമ്മയും വെട്ടിക്കൊല്ലുന്ന വാർത്തകളാ ദിവസം പത്രത്തിൽ വരുന്നേ. അതിനിടയിൽ ഇതൊക്കെ എന്ത്? അല്ല ഗോപാലേട്ടാ, ഈ നിലയ്ക്ക് സിത്താര മേഡത്തിന്റെ മോളെ കല്യാണം കഴിച്ച് അങ്ങോട്ട് കൊണ്ടുപോയാല് എന്തെങ്കിലും ചെയ്ത് ഇല്ലാണ്ടാക്കാൻ നോക്കില്ലേ അവര്? അതെ, തൽക്കാലം നമുക്ക് ജീവിച്ചു പോകാനുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അന്യന്റെ കയ്യിൽ നിന്ന് എരന്ന് വാങ്ങിക്കേണ്ട കാര്യമില്ല. പിന്നെ നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഇവന്മാരിതെന്താ ഈ കാണിക്കുന്നേ? നീയല്ലേ കളരിക്കൽ ഗ്രൂപ്പിലെ നവീൻ? ഒന്ന് ഇറങ്ങി വാ ഇങ്ങോട്ട്. സാറേ, അവന്മാര് കുടിച്ചിട്ടുണ്ടേ. അതിനെന്താണ്? ഞാനാ പരമേശ്വരൻ. കുറച്ചു മുമ്പ് തന്റെ മാനേജർ വിളിച്ച പരമേശ്വരൻ. ഞാൻ നിങ്ങളെ നേരിട്ടൊന്ന് കാണാനിരിക്കായിരുന്നു. എന്തിന്? വേലി മാറ്റിക്കെട്ടാനോ? വേലി പരമേശ്വരൻ കെട്ടിയതാണെങ്കിൽ അത് അവിടെ തന്നെ ഉണ്ടാവും. നിങ്ങളെന്തിനാ സാറിനെ തടഞ്ഞു നിർത്തുന്നേ? നിന്റെ സാറെന്താടാ മഹാരാജാവോ? പരമേശ്വരൻ കെട്ടിയ വേലി പൊളിച്ചിട്ട് നീയൊക്കെ അവിടെ എന്തെങ്കിലും കെട്ടിപ്പൊക്കോ? മിസ്റ്റർ പരമേശ്വരൻ, അടുത്തടുത്ത് കിടക്കുന്ന പ്രോപ്പർട്ടികളാണ് നമ്മളുടെ രണ്ടുപേരുടെ. നമുക്ക് രണ്ടുപേർക്കും അതിന് ആധാരമുണ്ട്. അപ്പൊ പിന്നെ നിയമപരമായിട്ട് അതെന്താണെന്ന് നോക്കിയാ പോരെ? അയ്യോ, പരമേശ്വര സാറിന് നിയമം പഠിപ്പിക്കാൻ നീ ആയോടാ കുഞ്ഞെ? നിനക്കേ പരമേശ്വര സാറിനെ ശരിക്കും അറിയില്ല. ഇപ്പൊ വേലി നിന്റെ പ്രോപ്പർട്ടിയിൽ കയറ്റി കെട്ടിയിട്ടല്ലേ ഉള്ളൂ. ഇനി നിനക്ക് അങ്ങനെ ഒരു പ്രോപ്പർട്ടി അവിടെ ഇല്ലെന്ന് പരമേശ്വര സാറ് പറഞ്ഞാ പിന്നെ ഇല്ലാന്ന് തന്നെ അർത്ഥം. എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ എന്തിനാ നിന്നെ കാണാൻ വന്നതെന്നറിയോ? ചിലപ്പോ നീ 4 പണിക്കാരെയും കൊണ്ടുവന്ന് പകലോ രാത്രിയോ ആ വേലി പൊളിക്കാനുള്ള ശ്രമം നടത്തും. അങ്ങനെ സംഭവിച്ച അതേ രാത്രി പരമേശ്വരൻ നിന്റെ വീടിനകത്ത് കയറി സകലതിനെയും വെട്ടി നുറുക്കും. അത്തരം ഭീഷണികളൊന്നും വേണ്ട സാർ. ഞാൻ ഈ ബിസിനസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി.